നമ്മൾ കാണിക്കാൻ പോകുന്നത് ആച്ചുമ്മയുടെയും ഉമ്മയുടെയും പരിശ്രമമാണ് ഈ പൂന്തോട്ടം കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ പറഞ്ഞ് താമസിപ്പിക്കുന്നില്ല, നമ്മുടെ പൂന്തോട്ടം കാണിക്കാം. ഓരോ ചെടികളുടെ പേരും പറഞ്ഞുതരാം. ഇത് റോസായാണ്, ഇത് രണ്ടും റോസായാണ്. ഇത് സീനിയ എന്ന് പറയുന്ന ചെടിയാണ്. ഇത് നല്ല മഞ്ഞ പൂക്കളുണ്ട്. ഇപ്പോൾ ഏകദേശം 25 പൂക്കൾ അടുത്ത് മൊട്ടുണ്ട്. പിന്നെ ഒരു ആന്തോറിയം ഉണ്ട്, ഇതാണ് ആന്തോറിയം. പിന്നെ 4 ഓർക്കിഡ് ഉണ്ട്. പിന്നെ ഇത് ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്, ഇവിടെ വെച്ചേക്കുന്നതേ ഉള്ളൂ, വേറെ സ്ഥലമൊന്നുമില്ല, ഇല്ലെങ്കിൽ മണ്ണടിച്ച് ചെടികളൊക്കെ പന്നലാവും. പിന്നെ ഇത് ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ചെടിയാണ്. ഇത് ഓയിൽ ലീഫ് എന്ന് പറയുന്ന ഒരു ചെടിയാണിത്. ഇത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലല്ല, ചിലവരുടെ വീട്ടിലൊക്കെ കാണുന്നതാണ് മണി പ്ലാന്റ്. പിന്നെ ഇതും ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. പിന്നെ ഇത് ഇവിടെ ഇരിക്കുന്ന മേളിലിരിക്കുന്ന ഇത് ഫുള്ള് ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇത് ഫുള്ള്. പിന്നെ അകത്തൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. അതിലിപ്പോൾ കുറച്ച് ഇലകൾ വന്നുകൊണ്ട് ഇരിക്കുന്നേ ഉള്ളൂ. ഇതിൻ്റെ പേരെനിക്കറിയില്ല, ഇൻഡോർ പ്ലാന്റ് ആണെന്ന് അറിയാവോ? ഇതിനൊരു പേരുണ്ട്, അതെനിക്കറിയില്ല. പിന്നെ ഇതൊക്കെ മച്ചുമ്മ ആശൂസിൻ്റെ പരിപാടിയാണ്. കുപ്പി ബോട്ടിൽ കട്ട് ചെയ്തിട്ട് 10 മണി നട്ടതാണ്. ചെറിയ തണ്ടുകളാണ് നട്ടത്, ഇപ്പോൾ വലിയ തണ്ടുകളായി. പിന്നെ ഇതൊക്കെ ഉമ്മച്ചുമ്മയുടെയും ഉമ്മയുടെയും പരിപാടീസാണ്. ഇത് ഫുള്ള് ഉമ്മച്ചുമ്മയുടെ പരിപാടിയാണ്. പൈപ്പ് കട്ട് ചെയ്തിട്ട് ഹോളിട്ടിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഫുള്ള് മണ്ണ് നിറച്ചിട്ട് 10 മണി ഇങ്ങനെ കയറ്റിയിട്ട് ഇവിടെ സാൽവിയും നട്ടു, കുറച്ച് ചരലൊക്കെ ഇട്ടിട്ട്. പിന്നെ ഇത് നമ്മുടെ കൊങ്ങണി ജമന്തി എന്നൊക്കെ പറയുന്ന ഒരു പൂവാണ്. ഇത് നമ്മുടെ നാട്ടിൽ കൊങ്ങണി എന്നാണ് പറയുന്നത്. ഇതൊക്കെ കൊങ്ങണിയുടെ തൈയാണ്. ഇത് സാൽവിയാണ്. പിന്നെ ഇത് ചെമ്പരത്തി, ഇത് മണി പ്ലാന്റ്, തെറ്റി. പിന്നെ ഇവിടെ ഒരു കോളാമ്പിച്ചെടി. പിന്നെ കുറച്ച് ബോൾസ് അകത്ത് കാണിക്കാം. ഇവിടെ ഒരു നെല്ലിച്ചെടിയുണ്ട്, ഇതൊരു നെല്ലിച്ചെടിയാണ്. ഇത് ഇതിൻ്റെ പേരെനിക്കറിയില്ല, ഇത് ഏതോ ഒരു ചെടിയാണ്. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് കാണിക്കാം. ഇത് കണ്ടോ, ഇത് ഉമ്മച്ചുമ്മയുടെ പരിപാടിയാണ്. ഇത് മൊത്തം ഇവിടെ നട്ടേക്കുന്നത്. പിന്നെ ഇത് എൻ്റെ വാപ്പി അവിടെ പോയി ക്രിസ്ത്യൻ പള്ളിയുടെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നൊരു ചെടിയാണ്. കാട്ടിലൊക്കെ ഇങ്ങനെ വളർന്നു നിൽക്കുന്ന ഒരു ചെടിയാണ്. ഇനി അകം കാണിച്ചു തരാം. സാൽവിയുണ്ട്, ഇവിടെ ഒരു സാൽവിയുണ്ട്, പോയി കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഉണങ്ങിപ്പോയി. ഈ ചെടി തന്നെയാണ് ഇതും. പിന്നെ 10 മണി, ഇവിടെ ഒരു സാൽവിയുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് സാൽവി, പിന്നെ ഒരു കോളാമ്പി, പിന്നെ ബോൾസ്, ഇതാണ് ബോൾസ്. ഇതും ഈ ചെടി തന്നെയാണ്. പിന്നെ ഇതും ബോൾസാണ്, ഒടിഞ്ഞു കിടക്കാണ്. പിന്നെ ചെമ്പരത്തി, മുൾച്ചെടിയുണ്ട്. ഓഗസ്റ്റിൽ പൂ വരുന്നൊരു ചെടിയാണിത്, ഓഗസ്റ്റിൽ. പിന്നെ ഇതിൻ്റെ അടിയിലൊരു കിഴങ്ങുണ്ട്, ആ കിഴങ്ങോടെ കിട്ടിയാലേ ഇത് നടാൻ പറ്റുള്ളൂ. റെഡ് വിൻഡോ പ്ലാന്റ് എന്നാണ് പറയുന്നത്, റെഡ് വിൻഡോ പ്ലാന്റ് എന്നാണ് പറയുന്നത് ഇതിന്. പിന്നെ ഇതാണ് പന പോലത്തെ ഒരു ചെടിയാണ്, ഇതിൻ്റെ പേര് എനിക്കറിയില്ല. പിന്നെ ഇത് സബോള ചെടിയാണ്, ഇതിൻ്റെ ഒരു തണ്ട് കൊണ്ട് നട്ടതാണ്. പിന്നെ ഇവിടെ കുറച്ച് കൊന്നയുണ്ട്, നട്ട് വെച്ചിരുന്നു. ഇതുണ്ടോ, ഓർക്കിഡാണ്. കടയിൽ മേടിച്ചൊരു ഒരു നെറ്റ് പോലത്തെ ഒരു സാധനമാണിത്, പ്ലാസ്റ്റിക്കിൻ്റെയാണ്. പിന്നെ ഇവിടെ ആശൂസിൻ്റെ പരിപാടീസാണ്, നല്ല സൂപ്പർ ലീഫാണ്. പിന്നെ ഇത് ഞാൻ നട്ടതാണ്, കിളിച്ചിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ ആശയുടെയും കഫൂസിൻ്റെയും പരിപാടിയാണ്. ഇത് എൻ്റെ പരിപാടിയാണ് കേട്ടോ, ഇത് മൊത്തം എൻ്റെ പരിപാടിയാണ്. ഇത് നട്ടേക്കുന്നത് ഈ മണി പ്ലാന്റ്. പിന്നെ താഴെ കുറച്ച് ഇലച്ചെടികളുണ്ട്, അടുത്തുണ്ടോയെന്നാലേ കാണാൻ പറ്റും. കുറച്ച് ഇലച്ചെടികൾ, ഇവിടെ ബോൾസൊക്കെ ഉണ്ട്, ബോൾസ് ഉണ്ട്. പിന്നെ ഇതൊക്കെ ആശനാടെ പരിപാടിയാണ്. പിന്നെ ഇത് കണ്ണാടി എന്ന് പറയും. ഞാൻ അവിടെ കാണിക്കുമല്ല. ഇത് ഗൈസ്, ഇത് കണ്ടോ, ഇതും
മച്ചുമാട പരിപാടിയാണ്. പിന്നെ ഇത് കണ്ടോ, ഇത് മച്ചുമാട പരിപാടിയാണ്. ഇതൊക്കെ എൻ്റെ പരിപാടിയാണ്. ഇത് സത്യമായിട്ടും എൻ്റെ പരിപാടിയാണ്. എനിക്ക് ചെയ്യാൻ പറ്റില്ല ചേരാം. ഇങ്ങോട്ട് വന്നേ കാണിക്കാം. ഇത് കണ്ണാടി എന്ന് പറയും ഈ ചെടിക്ക്. അതിൻ്റെ ക്ലിയറുള്ള ചെടി കാണിച്ചു തരാം. ഇതാണ് കണ്ണാടി. ഇത് സീനിയ എന്ന് പറയും. സീനിയയുടെ വേറൊരു ചെടിയാണ്. പിന്നെ ഇത് അടുക്ക് ചെടി എന്ന് പറയും. അടുക്ക് ചെടിയാണിത്. അടുക്ക് ചെടി കുറച്ച് വെള്ളപ്പൂസൊക്കെ കാണും. പിന്നെ ഒരു തെറ്റി ഇവിടെ ഒക്കെ ഉണ്ട്. തെറ്റി. പിന്നെ അതെ ഇവിടെ ഒരു മുൾച്ചെടി നിൽക്കുന്നുണ്ട്. അല്ല അല്ല ഇതുണ്ടോ, മുൾച്ചെടിയാണ്. പിന്നെ ഒരു കൊങ്ങണി. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു മറ്റേ ചെടി, ഇവിടെ കാണിച്ച ചെടി. പിന്നെ നമ്മുടെ ഒരു വാഴ മച്ചുമോ നട്ടല്ല, പണിക്കാരെ വിളിച്ച് ഇവിടെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ് വാഴ, ഏത്തവാഴ. അത് കൊലച്ചിപ്പുണ്ട്. ചെറിയ വാഴയാണ്, പക്ഷേ അതിന് പറ്റിയ ഒരു കൊലയാണ് വന്നിട്ടുള്ളത്. ഇത് രാജാവ് ചെടിയാണ്. പിന്നെ ഇത് മാതളം കാണിച്ചു തരാം. ഇതാണ് മാതളമാണ് കണ്ടോ, മാതളം. പിന്നെ അതെ ഇവിടെ കുറച്ച് കൊല മാതളമുണ്ട്. ഇത് കണ്ണാടിയും സാൽവിയും കൂടെ ഒരുമിച്ച് ഇട്ടേക്കുന്നതാണ്. ഇതൊരു ഇലച്ചെടിയാണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഒരു മരം പോലെ ഇരിക്കുന്ന ഒരു ട്രീ ആണ്, എന്താണെന്ന് അറിയില്ല. പിന്നെ ഇവിടെ വന്ന് ഇതും എനിക്കറിയില്ല. ബ്രേക്ക്ഫാസ്റ്റ് എങ്ങണ്ടായിരുന്നു ഈ പറയുന്ന, അതെനിക്കറിയില്ല, അവർ പറയുന്ന കേട്ടതാണ്. പിന്നെ ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ്, ഇതിൻ്റെ പേരൊക്കെ. പിന്നെ ഓർക്കിഡ്, ഇതും ഓർക്കിഡാണ്. അതിൽ ചെറിയൊരു സാൽവ്യ വെച്ച് വന്നിട്ടുണ്ട്. ഇതെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇവിടെ ഒരു ഓർക്കിഡുണ്ട്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ല അവിടെ സീനിയയിൽ പെട്ടൊരു വർഗ്ഗമാണ് സാൽവി. ഇനി ഇതെന്ത് ട്രീ ആണെന്ന് എനിക്കറിയില്ല. ഇത് പിന്നെ ഒരു ചെടിയാണ്. റോസ് പൂ ഇങ്ങനെ നിൽക്കും. അത് കാണിച്ചു തരാം. ഇവിടെ പൊയിഞ്ഞ് വീണ് എടുക്കുന്ന ഒരെണ്ണം കാണിച്ചു തരാം. പൊയിഞ്ഞ് വീണതാണ്. ഇത് നല്ല രീതിയിലാണ് കാണാൻ പറ്റുന്നത്. ഇങ്ങോട്ട് വന്നാൽ കാണാമായിരിക്കും. ഇവിടെ കാപ്പി കയറി കാണാം. ഇവിടെ വന്നാൽ കാണാം. ഇതേ ഉണ്ടോ, ഒരു ചുവന്ന പൂവുണ്ട്. പിന്നെ ഇതിൻ്റെ പേരെന്താണെന്നറിയില്ല. അപ്പുറത്തൊരു മാമി കൊടുത്തൊരു ചെടിയാണ്. പിന്നെ ഇത് മറ്റേ മുൾച്ചെടിയാണ്. പിന്നെ സാൽവിയുണ്ട്. ഇത് ഒരു വെള്ളപ്പൂ കൊല ഇങ്ങനെ കിളിച്ച് വരുന്ന ചെടിയാണ്. ഇനി ഇതും അതേപോലത്തെ ചെടി തന്നെയാണ്. ഇനി ഞാൻ പറഞ്ഞിരുന്നു ഇത് കോളാമ്പി ചെടിയാണ്. ഇത് ആന്തോറിയം. ഇത് ഓഗസ്റ്റ് പൂ ഇട്ട് വീഡിയോ. ഇത് ഒരു വെറൈറ്റി ചെടിയാണ്. ഇത് കണ്ടോ, അതിനും കിഴങ്ങ് വേണം. ആ പേരയിൽ പിടിച്ച് പോയേക്കുന്ന കാണാമായിരിക്കും. അതിന് ഒരു കിഴങ്ങ് വേണം. നക്ഷത്രപ്പൂ എന്നാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ മേളിക്കുന്ന ചെടി അറിഞ്ഞൂടാ. അത് ഞാൻ നട്ട സാധനമാണ്, 10 മണിപ്പൂ. പിന്നെ ഇത് നിങ്ങൾ അവിടെ കാണിച്ചൊരു ചെടിയാണ്. അന്നേ അവിടെ കാണിച്ചിരുന്ന ഒരു ചെടിയാണ്. ഇവിടെ കുറച്ച് കോഴിവാലനുണ്ട്, കൊങ്ങണിയുണ്ട്. മച്ചുമാട പരിപാടിയാണ് ഇതൊക്കെ. ഇതിൽ ഈ 10 മണി ഇത് നട്ടേക്കുന്ന എൻ്റെ പരിപാടി. ഇന്ന് വീഡിയോ ഇവിടം വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ കട്ട്.